നാട്ടിലെ ചൂട് കാരണം ഞങ്ങൾ വാഗമൺ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് റൂം ടൂർ വരും. ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. ഇവിടുത്തെ ബെസ്റ്റ് റൂമാണ്. AC ഇല്ലെങ്കിലും ഭയങ്കര തണുപ്പാണ്. പുതിയ ഒരാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ദൃശ്യത്തിൽ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പുതിയത് നമ്മുടെ ഡേറ്റിൽ വന്ന ആളുകൾ ഇതായിരിക്കുന്നു. ഡേറ്റ് ചെയ്ത് വാഗമോൺ. ശരിയാണല്ലേ, നമ്മള് കുറച്ച് ഞാൻ ഒരു സത്യം തുറന്നു പറയാം. ആ ഡേറ്റിംഗ് ഫുള്ള് സ്ക്രീൻഡ് ആയിരുന്നു. ഇത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. സ്ക്രിപ്റ്റഡ് അല്ല, എല്ലാവരും അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവര് അതിന്റെ ഇരകൾ മാത്രമായിരുന്നു. അതെ, എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. അജിൻ നിർബന്ധിച്ചപ്പോ എന്ത് ചെയ്യാനാ, കൂട്ടുകാരനായി പോയില്ലേ. എന്തായാലും പറ്റിപ്പോ അജിൻ ഇങ്ങനെയാണ് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കുന്നത്, എന്നിട്ട് വ്യൂസ് കിട്ടുന്നില്ല. തണുപ്പ് കുറച്ച് പറ്റത്തില്ല. ഇത് സൂക്ഷിപ്പുകാരൻ. ഓക്കെ ആണോ? തീർച്ചയോ? അത് കിട്ടി വീഡിയോ. നമ്മൾ ആരോടും ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അല്ല, നമ്മള് സംഭവം തുറക്കടാ. Happy birthday to you. എടീ, ഇതിപ്പോ അവന്റെ ബർത്ത്ഡേ, നമ്മളെ ബർത്ത്ഡേ. അടുത്ത നമ്മള് തിരിച്ച് സ്ട്രൈറ്റ് പോകാൻ പോവാണ്. എന്തേലും പറയാനുണ്ടോ? ഫൈനൽ വേർഡ്സ് ദേവാ. എടാ, ഐ ലവ് യു. നമ്മൾ ടീ പ്ലാന്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു ഷോർട്ട് കട്ട് കണ്ടു. സോ വി ആർ ടേക്കിംഗ് ദ ഷോർട്ട് കട്ട്. ജീവിതത്തിൽ നമ്മൾ ഒരു ഷോർട്ട് കട്ട് കണ്ടാൽ എടുക്കണോ എടുക്കാതിരിക്കണം? നമ്മൾ എടുക്കണം. അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നേടി. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഷോർട്ടസ്റ്റ് പാത്തിൽ നമ്മൾ ഒരു കാര്യം നേടിയതിനു ശേഷം നമ്മൾ അടുത്ത കാര്യത്തിലോട്ട്. സോ ദാറ്റ് വി അച്ചീവ് മോർ തിങ്സ്. അല്ലേ? അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, കാരണം നമ്മൾ എടുത്തില്ലെങ്കിൽ വേറൊരാൾ എടുക്കും. പിന്നെ അയാൾ അവിടെ എത്തിയിട്ട് നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. എടാ, ഇപ്പൊ നീ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു പാമ്പിനെ കണ്ടില്ലേ? ജീവിതത്തിലെ പാമ്പുകളെ നീ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുന്നത്? ജീവിതത്തിലെ പാമ്പുകൾ ആക്ച്വലി നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷം ഉണ്ടല്ലോ, ലൈക്ക് നമ്മളെ മെന്റലി തളർത്തുന്ന ഒരു സംഭവമാണ്. അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് കളയുക ഇവഞ്ച്വലി എന്നതല്ലാതെ പിന്നെ അവരെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇമ്മ്യൂൺ ആവുമല്ലേ വേണ്ട. അല്ല, നമ്മുടെ കയ്യിൽ ആന്റിഡോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ പാമ്പിന്റെ അടുത്ത് പോയി. അത് ചിലപ്പോൾ പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് തരണം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മെന്റൽ ഹെൽത്ത് വേണ്ടി വരും, ഇമോഷണൽ സപ്പോർട്ട്. അത് എടുക്കുക. പാമ്പ് കുത്തുമ്പോൾ ഇമോഷണൽ സപ്പോർട്ട്. ആ പാമ്പ് കുത്തപ്പോഴല്ലേ ലൈഫിലെ പാമ്പ് ലൈഫിൽ. യെസ്, അതെ, വാക്സിൻ വേണം, ഇമോഷണൽ സപ്പോർട്ട്. അതെ, ഇമോഷണൽ സപ്പോർട്ടിന് ഒരു വാക്സിൻ. അതെ, അങ്ങനെ ഒരു വാക്സിൻ ഉണ്ടോ? ഇല്ല, ഉണ്ട്. ന്യൂറോ കെമിക്കൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു വാക്സിൻ, ഡോപ്പമീനെ ഹൈ ആക്കുന്ന വാക്സിൻ. പക്ഷെ അത് കഞ്ചാവ്. നമ്മള് ലൂസിഫറില് മോഹൻലാലിന്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ, നെടുമ്പള്ളി ഹൗസ്. ഞങ്ങൾ നെടുമ്പള്ളി ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആക്ച്വലി പ്രൈവറ്റ് റോഡാണ്. അതെ അതെ. കണ്ടു മണിയില പോവാം.
മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണ. നമ്മള് ഇന്ന് ട്രിപ്പ് പോയതിനു ശേഷം നമ്മളെല്ലാരും ഒന്ന് ചേഞ്ച് ആയില്ലേ? അപ്പൊ ഇവനെ നമുക്ക് ഫ്രെയിമിൽ പുറത്താക്കാം. ഞാൻ കുറച്ച് ചേഞ്ച് ആയി. ഞാൻ മഴ നനഞ്ഞപ്പോ ഡ്രസ് മാറ്റേണ്ടി വന്നു. അതെ, അവളും ഇവര് ഒരേ ബെൽറ്റിലാണ്. ഇവരെ നമുക്ക് പുറത്താക്കാം. അതെ, ശരിയാണ് ഗൈസ്, ചേഞ്ച് ആയത്. ഇന്നലെ ഒരു ജെട്ടിയും ഷർട്ടുമായിട്ട് വന്ന മനുഷ്യരാണ്. പിന്നെ ഇന്ന് രാത്രി നോക്കിയപ്പോഴത്തേക്ക് ജെട്ടി മാത്രമല്ല, ഇപ്പോഴത്തെ ഷർട്ടും ജീൻസും ഉണ്ട്. ഫുൾ ചേഞ്ച് ആയിരുന്നു. അജിനെ തന്നെ മനസ്സിലാക്കി. ഈ 3 പേരെ ഒരു ബെൽറ്റിലാക്കാം. നമുക്ക് ഇവിടെ അടുത്ത നീ പറയും. ഈ വീഡിയോ ഒക്കെ പൂർണ്ണമായി പോയത് ഈ വീഡിയോ പൂർണ്ണമായി ജസ്റ്റിഫൈസ് കിട്ടുന്നില്ല. കാരണം ഹസ്നയുടെ ബെൽറ്റ് അടിച്ചു പോയി. ആരോ പോയി. പുതിയ ബെൽറ്റ്. ഹസ്നയുടെ ബെൽറ്റ് പോയത് ഒഴിച്ച് ഈ വീഡിയോക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മളെല്ലാരും ചെയ്തെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി മിസ് മാത്രമല്ല, നമ്മളിത് ഡിസർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി സത്യം കുറച്ചു മുമ്പ് നമ്മളത് പറയുകയും ചെയ്തു. നമ്മുടെ ബോഡി ഇത് ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഡിസർവ് ചെയ്യുന്നു. വെറും 500 മീറ്റർ ആക്ച്വലി പോയിട്ടുള്ളൂ. 1 കിലോമീറ്റർ പോലും ഇല്ല. ബട്ട് സ്റ്റിൽ we traveled 2 kilometers. എന്റെ വ്ളോഗിൽ 2 ആണ്. അപ്പൊ നിങ്ങളും അതിനനുസരിച്ച് ജസ്റ്റിഫിക്കേഷൻ വേണം.